മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ദുരിതം. അത്യാഹിത വിഭാഗത്തിലുള്ള രോഗിക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ മഴ നനഞ്ഞു വേണം സി ബ്ലോക്കിലെത്താൻ. ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴി ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വർഷങ്ങളായി രോഗികൾ നേരിടുന്ന ദുരിതത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാലങ്ങളായി ഇങ്ങനെ ഒരു കാര്യം, ഈ പ്രതിസന്ധി അത് തുടർന്നു പോകുന്നത് എന്താണ്? ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടാത്തതാണോ അതോ നടപടിയെടുക്കാത്തതാണോ? അനുജ, വർഷങ്ങൾ പിന്നിട്ട ഒരു മെഡിക്കൽ കോളേജിലെ ഏറ്റവും ദുരിതമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. കാരണം ഇപ്പോഴും റേഡിയോളജി വിഭാഗത്തിലേക്ക് ഈ രോഗികൾ പോകുന്നത് സ്ട്രക്ചറിൽ, അതായത് പുറത്തിറങ്ങി മറ്റൊരു 200 മീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷമാണ്. അവിടേക്ക് ഈ പലപ്പോഴും കൂട്ടിരിപ്പുകാർ തന്നെയാണ് ഈ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതും. അത് കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത്. എന്തൊരു ദുരിതമാണിത്. കാരണം ഇത് A-B ബ്ലോക്കുകളിലാണ് പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക് വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് A-B ബ്ലോക്കുകളിലാണ്. എന്നാൽ റേഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത് അത് C ബ്ലോക്കിലാണ്. ഏകദേശം 200 മീറ്ററോളമുള്ള മറ്റൊരു ബ്ലോക്കിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് പ്രത്യേക വഴി ഒരുക്കാത്തതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണമുള്ളത്. അവിടേക്ക് ഒരു റാമ്പ് സംവിധാനം ഒരുക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നിന്നും ഈ രോഗികൾക്ക് പുറത്തിറങ്ങാതെ തന്നെ റേഡിയോളജി വിഭാഗം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. അതിലേക്ക് ഇതുവരെയും അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ല. ഇവർക്ക് എല്ലാം ഇതിനെക്കുറിച്ച് അറിയുന്നതാണ്, പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ രോഗികളെ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നൊക്കെ ഇതിനു മുൻപ് തന്നെ പല തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടപ്പായിട്ടില്ല. ഇപ്പോഴും ഈ മഴക്കാലത്ത് പോലും അത്യാഹിത വിഭാഗത്തിൽ നിന്നടക്കം രോഗികൾ സ്കാനിങ് എടുക്കാനും എക്സ്റേ എടുക്കാനും പോകേണ്ടത് ഇങ്ങനെ പുറത്ത് മഴയും വെയിലുമേറ്റാണ്. ഒപ്പം തന്നെ അതിലൂടെ ഈ സ്ട്രക്ചറിൽ പോകുമ്പോൾ ഒരു ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് വരികയും പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഈ ആരോഗ്യവകുപ്പൊക്കെ തമ്മിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഈ രോഗികൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് എന്താണ് ഒരു മറുപടി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇവർക്ക് ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് വസ്തുത. രോഗികൾ ഇപ്പോഴും ഈ ദുരിതം ഇങ്ങനെ അടിയന്തരമായി തന്നെ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു വിഷയമാണല്ലോ വിപിൻ. നമ്മൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ തുടരുന്നു, ഇതിന് മാറ്റമില്ലല്ലോ എന്നുള്ളത്, പരിഹാരം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ചോദിച്ചോ? ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടുകൾ പല തവണ അത് സർക്കാരിലേക്ക് കൊടുത്തതാണ്. ഇതിനൊരു സമൂലമായൊരു മാറ്റം തന്നെ സത്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വേണം. ഒന്ന് സ്ഥലപരിമിതിയാണ്. ഇവിടെ ഇത് തുടങ്ങുന്നതിനുള്ളൊരു സ്ഥലപരിമിതിയുണ്ട്. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം എല്ലാ വിഭാഗങ്ങളും കൂടി ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. അതിൻ്റെ ഇടയിലൂടെ ഈ ജനറൽ ആശുപത്രി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലപരിമിതി ഒരു പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ പ്രവർത്തികൾ വേണം. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലൊരു അലംഭാവം, നമുക്ക് ഒരു വീഴ്ചകൾ നമുക്ക് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണാൻ സാധിക്കും. അതിലൊന്ന് മാത്രമാണ് സത്യത്തിൽ ഇവർക്ക് ഫണ്ട് വരാനുണ്ട്. ഫണ്ട് വരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമെന്നൊക്കെയുള്ളൊരു ഉറപ്പ് മാത്രമാണ് ഇതിൻ്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നൽകാനുള്ളൂ. പക്ഷേ അതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഓരോ വർഷം കഴിയുന്തോറും അതങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 13 വർഷത്തിലേറെയായി. ഇപ്പോഴും രോഗികളെ ഒരു എക്സ്റേ എടുക്കാൻ, സ്കാനിങ് എടുക്കാൻ കൊണ്ടുപോകുന്ന ഏറ്റവും ദയനീയമായ ദൃശ്യങ്ങളാണിത്. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി, അതായത് എല്ലാം പരിഹരിക്കും എന്നുള്ളതിനപ്പുറമായിട്ടുള്ളൊരു മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അനുജ, ഇതിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതിൻ്റെതാണ്. അതായത് മഴ കൊള്ളാതെ മൂടി അങ്ങനെ കൊണ്ടുപോകുന്ന അതാണോ ഈ ദൃശ്യത്തിലുള്ളത്? അതെ, A-B ബ്ലോക്കിൽ നിന്ന് ഒരു രോഗിയെ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി C ബ്ലോക്കിലേക്ക്, മറ്റൊരു ബ്ലോക്കിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത്. അത് മഴ ആയതുകൊണ്ട് തന്നെ അത് മൂടി ആണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത്. ഇത് വെയിലാണെങ്കിൽ ഈ വെയിലും ഇതുപോലെ തന്നെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏകദേശം ഒരു 200 മീറ്റർ ഉണ്ട് ഈ റേഡിയോളജി വിഭാഗത്തിലേക്ക്. ആ റേഡിയോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം രാത്രി പകർത്തിയതാണ്. അപ്പോൾ ഈ രാത്രിയൊക്കെ ഇങ്ങനെയാണ് ഒരു രോഗിയെ റേഡിയോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇവിടെ നടക്കുന്നതാണ്. ഇതിനൊരു പരിഹാരം അവിടെ റാമ്പ് സംവിധാനം ഉണ്ടാകും എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കൊണ്ടുപോകാനൊക്കെ ഒരു സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നടപ്പായിട്ടില്ല. ഒപ്പം കൂട്ടിരിപ്പുകാരാണ് പലപ്പോഴും ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം.
അനുജ. അതാണ് വളരെ വേഗം തന്നെ പരിഹാരം കാണേണ്ടുന്ന ഒരു വിഷയമാണ്. അത്യാഹിത വിഭാഗത്തിലുള്ള ഒരു രോഗിക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ റേഡിയോളജി വിഭാഗത്തിലേക്ക് പോകണം. പക്ഷേ അത് 200 മീറ്റർ ദൂരമുണ്ട്. ആ ദൂരം കടന്നു പോകണമെങ്കിൽ മഴയും വെയിലും ഒക്കെ കൊണ്ടുവേണം എന്നുള്ളതാണ്. സ്ട്രെച്ചറിൽ നിലവിലെത്തുമ്പോൾ അത് ഗുരുതരാവസ്ഥയിലുള്ള രോഗി, അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയൊക്കെ ആണെങ്കിൽ പ്രശ്നമാകും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് തുടരുന്നു എന്നുള്ളതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല അധികൃതർ എന്നതാണ് വിപിൻ സി വിജയൻ നൽകിയ വിവരം. ഇതിൽ അടിയന്തര ശ്രദ്ധ നമ്മൾ തേടുകയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന്.